ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിനായിട്ട് ഇടുന്നത്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 2 ആഴ്ച മുമ്പ് ഓയിൽ മാറ്റിയതാണെന്ന് പറയണ്ടേ. പിന്നെ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് അസംബ്ലി മാറ്റണം. ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ട്, വൈബ്രേഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വർക്കിനെ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ബ്രേക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു സൗണ്ട്, ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട്. അതായത് ശരിക്കും നമുക്ക് സൗണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ബെയറിങ് പോയേക്കണ സൗണ്ട് പോലൊരു സൗണ്ട് വരുന്നുണ്ട്. അത് കൂടാണ്ട് ടൈമിങ് ചെയിൻ്റെ സൗണ്ട് ഉണ്ട്. 2 സൗണ്ടുകൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ടൈമിങ് ചെയിൻ പുറമേ നിന്ന് മാറ്റാൻ പറ്റും, പക്ഷേ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊരു ബെയറിങ്ങിൻ്റെ സൗണ്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ ഉരഞ്ഞിട്ടുള്ള പൊടി ഹബിനകത്ത് വന്നിട്ടാണ് സൗണ്ട് കാണിച്ചാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ബാക്കിലത്തെ ടയർ ആവറേജ് അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് കേട്ടോ. പിന്നെ ചെയിൻ ചെറിയ ലൂസൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് തോന്നണില്ല. രാവിലെ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക, സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് വാമാക്കി എടുക്കുക. അതായത് ചൂടാവുമ്പോഴാണ് കംപ്ലയിൻറ്റ് മാറിക്കോളും. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലത്തിന് സോൾവ് ആവും. പക്ഷേ ഈ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കുന്ന സമയത്തുണ്ടല്ലോ, മിക്കവാറും അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ആ സീറ്റിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് പെട്രോൾ താഴേക്ക് പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ നിലവിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിലൊരു മേജർ കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് ആ വർക്ക് സ്കിപ്പ് ചെയ്ത് വിടണമാണ് നല്ലത് കേട്ടോ. പിന്നീട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അഴിക്കുക. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ കാർബറേറ്റർ മാറ്റാൻ തയ്യാറായിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിക്കിനകത്ത് ഓയിൽ കിട്ടുന്നുണ്ടായില്ല. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 600 മില്ലി തികയില്ല. 600 മില്ലി കഷ്ടി ഓയിലുള്ളൂ. നമുക്ക് 900 മില്ലി വേണം അതിനകത്ത്. അപ്പോൾ ഒരു 300 മില്ലി നമുക്ക് അതിനകത്ത് ടോപ്പപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയും ലെവൽ കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അത്ര ഓയിൽ ലെവൽ കുറയുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഓയിൽ കത്തണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ലെവൽ കുറവ് തന്നെ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചോളണം. കാരണം അത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടി പിസ്റ്റണൊക്കെ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ സൈലൻസിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ മയത്തോട് ഒരു നനവ് പോലെയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ കത്തണ്ടെന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ അത് നോക്കാം. എന്തെങ്കിലും നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടിയിട്ട് അഴിക്കേണ്ടി വരും. ആ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ കൂട്ടത്തിലൂടെയൊക്കെ അത് ഒരുമിച്ച് ക്ലിയർ ചെയ്താൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. പുതിയ പ്ലഗ് കിടക്കണേ. ഹെഡ് ലൈറ്റ് അസംബ്ലിയുടെ അടിഭാഗമൊക്കെ പൊട്ടിപ്പോയാണ്. അപ്പോൾ ഹെഡ് ലൈറ്റ് അസംബ്ലി മാറിനേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ചു ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരണം. അതിനകത്ത് നമുക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ടർ ബോട്ടിൽ കാണുന്നുണ്ട് ബ്രേക്ക് കേബിളിൻ്റെ കേട്ടോ. അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ബ്രേക്ക് ചെറിയൊരു ചതവ് പോലെ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കംഫർട്ടല്ല. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കണമായിരിക്കും നല്ലത്. അത് കൈയോടെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് നമുക്ക് ജനറൽ സർവീസ് വന്നുണ്ട്. പിന്നെ നമുക്ക് ആ എഞ്ചിൻ ഓയിൽ കുറവുള്ള ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യണം. ഹെഡ് ലൈറ്റ് അസംബ്ലി മാറ്റാനുണ്ട്. പിന്നെ ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ഒരു കേബിൾ വന്നുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും വണ്ടി വൈകിട്ടത്തേക്കാണ് ആവുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.